ഒരിക്കൽ ഒരു വലിയ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ ആ പർവ്വതത്തെ കരയുന്ന മല എന്നാണ് വിളിച്ചിരുന്നത്. കാരണം രാത്രികാലങ്ങളിൽ ആ മലയുടെ മുകളിൽ നിന്ന് ഭയങ്കരമായ കരച്ചിലും വിലാപങ്ങളും കേൾക്കാമായിരുന്നു. അവിടെ ഒരു വലിയ രാക്ഷസനുണ്ടെന്നും അങ്ങോട്ടു പോകുന്നവരെല്ലാം കൊല്ലപ്പെടുമെന്നും ഗ്രാമവാസികൾ വിശ്വസിച്ചു. തലമുറകളായി ആരും ആ മലയുടെ മുകളിലേക്ക് കയറിയിട്ടില്ല. ഭയം കാരണം ഗ്രാമത്തിലെ കുട്ടികൾ കളിക്കാൻ പോലും ആ വശത്തേക്ക് പോകാറില്ലായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിൽ വളരെയധികം ധൈര്യമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ തീരുമാനിച്ചു, എന്തിനാണ് ഈ മല എപ്പോഴും കരയുന്നത്? അവിടെ ആരാണുള്ളത് എന്നെനിക്ക് കാണണം. ഗ്രാമവാസികൾ അവളെ തടഞ്ഞു. അങ്ങോട്ട് പോകരുത്, ആ രാക്ഷസൻ നിന്നെ തിന്നുകളയും. അവർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവൾ കേട്ടില്ല. അവൾ സാവധാനം മല കയറാൻ തുടങ്ങി. മലയുടെ മുകളിലേക്ക് അടുക്കുന്തോറും ആ കരച്ചിലിന്റെ ശബ്ദം കൂടി വന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൾ മലയുടെ ഏറ്റവും മുകളിലെത്തി. അവിടെ ഭയങ്കരമായൊരു രൂപത്തെ അവൾ കണ്ടു. ഒരു വലിയ രാക്ഷസൻ. പക്ഷേ അവൻ ആരെയും ഉപദ്രവിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല. അവൻ ഒരു ഗുഹയുടെ അരികിലിരുന്ന് സങ്കടത്തോടെ കരയുകയായിരുന്നു. പെൺകുട്ടി പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. അവൾ കണ്ടു, രാക്ഷസന്റെ വലിയ കാൽപാദത്തിൽ ഒരു മുനയുള്ള മുള്ള് തറച്ചിരിക്കുന്നു. ആ വേദന കൊണ്ടാണ് അവൻ രാത്രി മുഴുവൻ കരയുന്നത്. ഗ്രാമവാസികൾ കേട്ടത് അവന്റെ വേദനയുടെ കരച്ചിലായിരുന്നു, അല്ലാതെ ആക്രമിക്കാനുള്ള ഗർജനമായിരുന്നില്ല. അവൾ ഒട്ടും ഭയപ്പെടാതെ അവന്റെ കാലിലെ ആ മുള്ള് പതുക്കെ വലിച്ചെടുത്തു. വേദന മാറിയപ്പോൾ രാക്ഷസൻ ശാന്തനായി. അവൻ ആ പെൺകുട്ടിയെ സ്നേഹത്തോടെ നോക്കി. സത്യത്തിൽ അവൻ ഗ്രാമത്തെ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു കാവൽക്കാരനായിരുന്നു. പിന്നീട് അവളും ആ രാക്ഷസനും അടുത്ത സുഹൃത്തുക്കളായി മാറി. ഗ്രാമത്തിലെ ഭയം എന്നേക്കുമായി അവസാനിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം പലതിനെയും ഭയപ്പെടാറുണ്ട്. ദൂരെയുള്ള കാഴ്ചകൾ പലപ്പോഴും ഭയങ്കരമായി തോന്നിയേക്കാം. മനസ്സിലെ ഭയം മാറ്റിവെച്ച് ഒന്നടുത്തു ചെന്നു നോക്കിയാൽ പല പ്രശ്നങ്ങളും ലളിതമാണെന്ന് നമുക്ക് മനസ്സിലാകും. നാം രാക്ഷസന്മാരെന്ന് കരുതുന്ന പലതും യഥാർത്ഥത്തിൽ സഹായം തേടുന്ന അവസ്ഥകളായിരിക്കാം. അറിവില്ലായ്മയിൽ നിന്നാണ് ഭയം ജനിക്കുന്നത്. ധൈര്യത്തോടെ മുന്നോട്ടു പോകുക, സത്യം നിങ്ങളെ തേടിയെത്തും. ഒരിക്കൽ ഒരു വലിയ വരൾച്ചയുടെ കാലമായിരുന്നു. മാസങ്ങളോളം മഴ പെയ്യാതെ മണ്ണും മനസ്സും ഒരുപോലെ ഉണങ്ങിപ്പോയി. ഒരു ഗ്രാമത്തിലെ 2 കർഷകർ തങ്ങളുടെ ഉണങ്ങിയ കൃഷിയിടങ്ങളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആകാശത്ത് കറുത്ത മഴമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആദ്യത്തെ കർഷകൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ പറഞ്ഞു, ഇന്ന് രാത്രി ഉറപ്പായും മഴ പെയ്യും. എന്റെ കൃഷിയിടം വീണ്ടും പച്ചപ്പണിയാൻ പോകുന്നു. അവൻ തന്റെ പണിയായുധങ്ങൾ കഴുകി വൃത്തിയാക്കിവെച്ചു. എന്നാൽ രണ്ടാമത്തെ കർഷകൻ തന്റെ തലയിൽ കൈവച്ച് സങ്കടത്തോടെയിരുന്നു. അവൻ പറഞ്ഞു, ഇത്രയും കറുത്ത മേഘങ്ങൾ കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു. മഴ പെയ്താൽ എന്റെ വീടിന്റെ മേൽക്കൂര ചോരുമോ? ഇനി മഴ പെയ്യാതെ കാറ്റുമാത്രം വീശി ഈ മേഘങ്ങൾ അകന്നുപോയാലോ? പ്രത്യാശിക്കുന്നത് വലിയ അപകടമാണ്. അവൻ നിരാശയോടെ തന്റെ വാതിലടച്ചുകിടന്നു. രാത്രിയിൽ ആകാശം കനിഞ്ഞു. മനോഹരമായ മഴ പെയ്തു. ആദ്യത്തെ കർഷകൻ രാവിലെ ഉണർന്നപ്പോൾ അവന്റെ വയലുകളെല്ലാം കുളിർത്തുനിന്നിരുന്നു. അവൻ ആവേശത്തോടെ വിത്തുകൾ പാകി. രണ്ടാമത്തെ കർഷകനാകട്ടെ തന്റെ മേൽക്കൂരയിലെ ഒരു ചെറിയ ചോർച്ച നന്നാക്കുന്ന തിരക്കിലായിരുന്നു. അവൻ വിതയ്ക്കാനുള്ള സമയം കളഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കർഷകന്റെ പാടം വിളഞ്ഞുനിന്നു. രണ്ടാമത്തെ കർഷകന്റെ പറമ്പ് പഴയതുപോലെ തന്നെ വിജനമായിരുന്നു. അവിടെയുണ്ടായ ഒരേയൊരു മാറ്റം, ആദ്യത്തെ കർഷകൻ മേഘങ്ങളിലെ മഴയെ കണ്ടപ്പോൾ രണ്ടാമത്തെ കർഷകൻ മേഘങ്ങളിലെ ഇരുട്ടിനെ മാത്രം കണ്ടുവെന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ മഴമേഘങ്ങളെപ്പോലെ കടന്നുവരും. ശുഭാപ്തിവിശ്വാസമുള്ളവർ ആ മേഘങ്ങളിൽ മഴയെ കാണുന്നു. എന്നാൽ ഭയമുള്ളവർ അതിൽ കൊടുങ്കാറ്റിനെ മാത്രം കാണുന്നു. പ്രശ്നങ്ങളെ ഭയന്ന് മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നാൽ അനുഗ്രഹങ്ങൾ പെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കറുത്ത മേഘത്തിനു പിന്നിലും ഒരു മഴത്തുള്ളി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഒരിക്കൽ ഒരു വലിയ ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യനും കൂടി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ ശിഷ്യൻ എല്ലാ ശാസ്ത്രങ്ങളിലും അറിവ് നേടിയ ആളായിരുന്നു. തന്റെ അറിവിൽ അവനു വലിയ അഭിമാനമുണ്ടായിരുന്നു. വഴിയിലുടനീളം അവൻ തന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. യാത്രയ്ക്കിടയിൽ അവർ ദാഹിച്ചു വലഞ്ഞു. അപ്പോൾ ഒരു കിണറിനരികിൽ 2 സ്ത്രീകൾ വെള്ളം കോരുന്നത് അവർ കണ്ടു. ഒരാളുടെ തലയിൽ വായോളം വെള്ളം നിറഞ്ഞ ഒരു മൺകുടമുണ്ടായിരുന്നു. രണ്ടാമത്തെ സ്ത്രീയുടെ തലയിൽ പകുതി മാത്രം വെള്ളമുള്ള ഒരു കുടവും. അവർ നടന്നുപോകുമ്പോൾ പകുതി നിറഞ്ഞ കുടത്തിൽ നിന്നും വെള്ളം വശങ്ങളിലേക്ക് തട്ടി തളക് തളക് എന്ന വലിയ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാൽ വെള്ളം നിറഞ്ഞ കുടത്തിൽ നിന്നും ഒരു ശബ്ദവും കേട്ടില്ല. അത് വളരെ ശാന്തമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഗുരു ശിഷ്യനോട് ചോദിച്ചു, മകനെ, നീ വലിയ പണ്ഡിതനാണല്ലോ. ഈ 2 കുടങ്ങളിൽ ഏതാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്ന് നീ ശ്രദ്ധിച്ചോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, അത് ലളിതമല്ലേ. ആ പകുതി നിറഞ്ഞ കുടമാണ് വലിയ ശബ്ദമുണ്ടാക്കുന്നത്.
നിറഞ്ഞ കുടം ഒട്ടും ശബ്ദിക്കുന്നില്ല. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. അറിവ് കുറഞ്ഞവരാണ് എപ്പോഴും അനാവശ്യമായി ബഹളം വയ്ക്കുന്നത്. അവർ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് ലോകത്തെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സ് ആ നിറഞ്ഞ കുടം പോലെ ശാന്തമായിരിക്കും. അവർക്ക് തങ്ങളെ തെളിയിക്കാൻ ശബ്ദത്തിന്റെ ആവശ്യമില്ല. ശിഷ്യന് തന്റെ അഹങ്കാരം മനസ്സിലായി. അവൻ തന്റെ തല താഴ്ത്തി ശാന്തനായി ഗുരുവിനെ പിന്തുടർന്നു. യഥാർത്ഥ അറിവ് നിങ്ങളെ വിനയമുള്ളവനാക്കും. നിറകുടം തുളുമ്പില്ല എന്ന പഴമൊഴി പോലെ ആഴത്തിലുള്ള അറിവുള്ളവർ അനാവശ്യമായി തർക്കിക്കാനോ സ്വയം പുകഴ്ത്താനോ നിൽക്കില്ല. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ. ശബ്ദത്തേക്കാൾ കൂടുതൽ അർത്ഥത്തിന് പ്രാധാന്യം നൽകുക. ശാന്തതയാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ഒരിക്കൽ പ്രശസ്തനായ ഒരു അഭിഭാഷകന്റെ മുന്നിൽ ഒരാളെത്തി. അയാൾ അഭിഭാഷകനോട് പറഞ്ഞു, എന്റെ ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ട് താങ്കൾ മുഖാന്തരമയച്ച ഒരു വക്കീൽ നോട്ടീസ് എനിക്ക് ലഭിക്കുകയുണ്ടായി. എനിക്കിപ്പോൾ വിവാഹമോചനത്തിന് താൽപ്പര്യമില്ല. എന്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കെന്റെ ഭാര്യയുമായി ഒന്ന് സംസാരിക്കണം. അതിനൊരവസരം താങ്കൾ നൽകണം. അഭിഭാഷകൻ തന്റെ ഫോണിൽ നിന്ന് അയാളുടെ ഭാര്യയെ വിളിച്ചു. ഭർത്താവ് ആവശ്യപ്പെട്ട കാര്യം അറിയിച്ചു. എന്നാൽ ഭാര്യ ശാന്തമായി, അതേസമയം ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി. കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തോട് പലതവണ എന്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പറയാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് പറയാനുള്ളത് കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ അദ്ദേഹം അവസരം നൽകിയില്ല. അവർ തുടർന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സ്ത്രീകളുടെയും സുഹൃത്തുക്കളുടെ ഭാര്യമാരുടെയും പ്രശ്നങ്ങൾക്കും സന്തോഷത്തിനുമൊക്കെയാണ് അദ്ദേഹം എന്നും പരിഗണനയും മുൻഗണനയും നൽകിയിരുന്നത്. എന്നോട് സംസാരിക്കാൻ സമയമില്ലാതിരുന്ന അദ്ദേഹം മറ്റു സ്ത്രീകളോട് വാതോരാതെ സംസാരിക്കുമായിരുന്നു. 20 വർഷം ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഇത്രയും കാലം എന്നോട് പറയാൻ കഴിയാതിരുന്നതൊന്നും ഇനി കേൾക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. ഇനി എനിക്ക് അദ്ദേഹത്തോടൊന്നും പറയാനുമില്ല. ആ അധ്യായം എന്നല്ല, ആ പുസ്തകം തന്നെ ഞാൻ എന്നേക്കുമായി അടച്ചുകഴിഞ്ഞു. അത്രയും പറഞ്ഞു ഭാര്യ ആ ഫോൺ കോൾ കട്ട് ചെയ്തു. ഭർത്താവ് അഭിഭാഷകന്റെ മുന്നിലൊന്നും പറയാനാകാതെ തലകുനിച്ചിരുന്നു. നമ്മുടെ ജീവിത പങ്കാളിയുടെ വില നാം ഒരിക്കലും അവർ കൂടെയുള്ളപ്പോൾ മനസ്സിലാക്കാറില്ല. മറ്റുള്ളവർക്ക് മുൻഗണന നൽകി നന്മയുള്ളവനും പരോപകാരിയുമായി അഭിനയിച്ച് പ്രശംസ നേടി നടക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് ഒരു സത്യമാണ്. നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ നമ്മുടെ ജീവിത പങ്കാളിയല്ലാതെ മറ്റാരുമുണ്ടാകില്ല. അവർ ഭൂമിയോളം ക്ഷമിക്കും, സഹിക്കും. പക്ഷേ എല്ലാം മതിയാക്കാം എന്ന ഉറച്ച ഒരു തീരുമാനം അവർ സ്വീകരിച്ചാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും ദുഃഖവും തീരുമാനിക്കുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തികളാണ്. നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ ഒരു വലിയ മനോഹരമായ വീടിന്റെ മുറ്റത്ത് സുഗന്ധമുള്ള പൂക്കൾ നിറഞ്ഞ ഒരു മരമുണ്ടായിരുന്നു. ആ വീടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ ആ മരം പ്രധാന പങ്കുവഹിച്ചു. വീട്ടിൽ വരുന്നവരെല്ലാം മരത്തിന്റെ ഭംഗിയെയും സുഗന്ധത്തെയും പുകഴ്ത്തി സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം വീട്ടുജോലിക്കാരൻ മുറ്റം വൃത്തിയാക്കിയ ശേഷം തന്റെ ചൂൽ ആ മരത്തിൽ ചാരിവെച്ചു. ഇതുകണ്ട് ദേഷ്യം വന്ന മരം ആക്രോശിച്ചു. ഹേ ചൂലേ, നീ എന്തിനാണെന്റെ ദേഹത്ത് ചാരി നിൽക്കുന്നത്? ഞാൻ ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ മരമാണ്. ഈ വീടിന് ഭംഗി നൽകുന്നത് ഞാനാണ്. ചപ്പുചവറുകൾ അടിച്ചുവാരുന്ന നിന്റെ സ്ഥാനം വീടിന്റെ പിന്നാമ്പുറത്താണ്. നീ അവിടെയാണിരിക്കേണ്ടത്. ഇത്രയും പറഞ്ഞു മരം തന്റെ ചില്ലകൾ താഴ്ത്തി ചൂലിനെ തട്ടി താഴെയിട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ജോലിക്കാരൻ അസുഖം ബാധിച്ച് മരിച്ചുപോയി. അതോടെ മുറ്റം വൃത്തിയാക്കാൻ ആളില്ലാതായി. കാലക്രമേണ പൂമരത്തിൽ നിന്ന് പൊഴിയുന്ന പൂക്കളും ഇലകളും മുറ്റത്ത് വീണുകിടന്ന് അഴുകാൻ തുടങ്ങി. മുറ്റം ആകെ വൃത്തികേടാവുകയും ദുർഗന്ധം വമിക്കാനും തുടങ്ങി. ഒടുവിൽ ആ വീട്ടിലെ മുതിർന്ന സ്ത്രീ പറഞ്ഞു, ഈ മരം കാരണമാണ് വീടിന്റെ മുറ്റം ഇത്രയും വൃത്തികേടായത്. വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ ഇനി കിട്ടാനും പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ഈ മരം മുറിച്ചുകളയാം. അവർ ഒരു മരംവെട്ടുകാരനെ വിളിച്ചു. അയാൾ ആ മരം മുറിച്ചുമാറ്റി. എന്നിട്ട് വീടിന്റെ പിൻഭാഗത്തിരുന്നിരുന്ന അതേ ചൂലെടുത്തുകൊണ്ടുവന്ന് മരത്തിന്റെ ചില്ലകളും ഇലകളും പൂക്കളുമെല്ലാം തൂത്തുമാറ്റി. മുറ്റം വീണ്ടും വൃത്തിയും ഭംഗിയുമുള്ളതായി മാറി. മരം അപ്പോൾ ചൂലിനെ ദയനീയമായി നോക്കി പറഞ്ഞു, ഞാൻ വളരെയധികം അഹങ്കരിച്ചിരുന്നു. ഈ വീടിന് സൗന്ദര്യം നൽകുന്നത് ഞാനാണെന്ന് കരുതിയിരുന്നു. പക്ഷേ നിന്റെ കർമ്മമാണ് ഈ വീടിനെ ശരിക്കും മനോഹരവും വൃത്തിയുള്ളതുമാക്കുന്നത്. പുറമേയുള്ള ഭംഗിയിലോ ആകർഷണീയതയിലോ അല്ല ഒരാളുടെ മഹത്വം നിലകൊള്ളുന്നത്. ഒരാൾ ചെയ്യുന്ന കർമ്മമെന്താണോ ആ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയിലാണ് മഹത്വം. വളരെ നിസ്സാരമായി കരുതിയിരുന്ന ഒരു ചൂലാണ് ഒരു വീടിന്റെ വൃത്തിയും ഐശ്വര്യവും നിലനിർത്തുന്നത്. അതിനാൽ നന്മയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഐശ്വര്യം താനേ വന്നുചേരും. ഒരിക്കൽ ഒരിടത്ത് ധനികനായ ഒരു വ്യവസായിയുണ്ടായിരുന്നു. അയാളുടെ വീടിനടുത്ത് ഒരു സാധുവായ കർഷകൻ താമസിച്ചിരുന്നു. ആ കർഷകനോട് വ്യവസായിക്ക് എന്നും പുച്ഛമായിരുന്നു.
എപ്പോഴും ചേറിലും ചെളിയിലും പണിയെടുക്കുന്നവൻ, വിലകൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലാത്തവൻ, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നവൻ. ഇക്കാരണങ്ങൾ കൊണ്ട് വ്യവസായി ആ കർഷകനോട് സംസാരിക്കാനോ മുഖത്തു നോക്കാനോ പോലും താൽപര്യം കാണിച്ചിരുന്നില്ല. വ്യവസായിയുടെ വീട്ടിൽ എപ്പോഴും ആഘോഷങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയായി ധാരാളം പേർ എത്താറുണ്ടായിരുന്നു. പക്ഷേ തന്റെ അയൽക്കാരനായ കർഷകനെ വ്യവസായി ഒരിക്കലും ക്ഷണിച്ചിരുന്നില്ല. സാധാരണക്കാരനായ കർഷകൻ തന്റെ വീട്ടിൽ വരുന്നത് തനിക്ക് അപമാനമാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ കർഷകനാകട്ടെ ഇതിലൊന്നും യാതൊരു പരിഭവമോ അസൂയോ കാണിക്കാതെ തന്റെ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജീവിച്ചു പോന്നു. ഒരു ദിവസം രാത്രി കർഷകൻ തന്റെ കുതിരയ്ക്ക് വെള്ളവും ആഹാരവും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ വ്യവസായി മുറ്റത്ത് ഉലാത്തുന്നത് കണ്ടു. പെട്ടെന്നൊരു നിലവിളി കേട്ട് കർഷകൻ നോക്കിയപ്പോൾ വ്യവസായി നെഞ്ചിൽ കൈവച്ച് തറയിൽ വീണുകിടന്നു നിലവിളിക്കുന്നതാണ് കണ്ടത്. കർഷകൻ ഉടനെ അങ്ങോട്ടേക്ക് ഓടിയെത്തി. വേദന കൊണ്ട് പുളയുന്ന വ്യവസായി കർഷകനോട് പറഞ്ഞു, എനിക്ക് നെഞ്ചുവേദന സഹിക്കാൻ കഴിയുന്നില്ല. എന്നെ രക്ഷിക്കണം. എന്റെ ഭാര്യയും മക്കളും വീട്ടിലില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. കർഷകൻ താമസമില്ലാതെ അദ്ദേഹത്തെ തന്റെ കുതിരവണ്ടിയിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. കൃത്യസമയത്ത് അവിടെ എത്തിച്ചതുകൊണ്ട് വ്യവസായിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അഹങ്കാരമെല്ലാം മാറി തന്റെ ജീവൻ രക്ഷിച്ച ആ കർഷകനോട് വ്യവസായി തൊഴുകയോടെ നന്ദി പറഞ്ഞു. നമ്മുടെ ആഘോഷങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരാൻ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളുമുണ്ടാകും. എന്നാൽ നമുക്ക് പെട്ടെന്നൊരു ആപത്ത് വന്നുപെട്ടാൽ ഏറ്റവും ആദ്യം സഹായം ലഭിക്കുന്നത് നമ്മുടെ അയൽക്കാരിൽ നിന്നായിരിക്കും. അതിനാൽ ദരിദ്രരായതുകൊണ്ട് മാത്രം നമ്മുടെ അയൽക്കാരായ നല്ല മനുഷ്യരെ പുച്ഛിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യരുത്. എത്ര ധനികനാണെങ്കിലും ഒരു നിമിഷം നമ്മളൊന്ന് വീണുപോയാൽ നമ്മെ രക്ഷിക്കാനെത്തുന്നത് ആ ദരിദ്രന്റെ കൈകളായിരിക്കും. സമ്പത്തിന്റെയോ വസ്ത്രധാരണത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത്. ഒരാൾ എല്ലാ ദിവസവും തന്റെ ഓഫീസിലെ ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിക്കുമായിരുന്നു. എന്നാൽ അയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കൾ ജോലി കഴിഞ്ഞു ഒത്തുകൂടി മദ്യപാനവും ആഘോഷങ്ങളുമായി രാത്രി വൈകി മാത്രമേ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. ജോലി കഴിഞ്ഞാലുടനെ വീട്ടിലേക്ക് പോകുന്ന അയാളെ സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കുമായിരുന്നു. അയാൾക്ക് ഭാര്യയെ പേടിയാണ്, ഭാര്യ പറയുന്ന സമയത്ത് എത്തിയില്ലെങ്കിൽ തല്ലുകിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുമായിരുന്നു. പക്ഷേ സുഹൃത്തുക്കൾ എത്ര പരിഹസിച്ചാലും അയാൾ ഒന്നും മിണ്ടാതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് ഒരു സുഹൃത്ത് അയാളോട് രഹസ്യമായി ചോദിച്ചു, നീ എന്താണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങളോടൊപ്പം കൂടാത്തത്? എന്തിനാണ് ജോലി കഴിഞ്ഞാലുടൻ വീട്ടിലേക്കോടുന്നത്? ജീവിതം ആഘോഷിക്കാനുള്ളതല്ലേ? നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തേ, എന്നെ ഇങ്ങനെയാക്കിയത് എന്റെ അച്ഛനാണ്. സുഹൃത്ത് അത്ഭുതത്തോടെ ചോദിച്ചു, നിന്റെ അച്ഛനും ഇങ്ങനെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നോ? അയാൾ മറുപടി നൽകി, അല്ല, എന്റെ അച്ഛൻ നിങ്ങളെപ്പോലെയായിരുന്നു. ജോലി കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം ആഘോഷങ്ങളുമായി രാത്രി വളരെ വൈകി മാത്രം വീട്ടിലെത്തുന്ന ആൾ. എല്ലാ വൈകുന്നേരങ്ങളിലും അച്ഛന്റെ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ച് അച്ഛനെ കാത്തിരുന്ന് ഞാൻ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോകുമായിരുന്നു. എന്റെ ബാല്യത്തിൽ എനിക്ക് അച്ഛന്റെ സാമീപ്യം ഒട്ടും കിട്ടിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ അച്ഛനെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ വിഷമം എനിക്ക് നന്നായി അറിയാം. എന്റെ മക്കൾക്ക് ആ സങ്കടമുണ്ടാകാൻ പാടില്ല. ഞാൻ വരുന്നത് കാത്ത് എന്റെ മക്കൾ മുറ്റത്തുണ്ടാകും. എന്നെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ ആഘോഷമൊന്നും എനിക്ക് വേണ്ട. ഒരച്ഛൻ എങ്ങനെയാകാൻ പാടില്ല എന്നെനിക്ക് പഠിപ്പിച്ചു തന്നത് എന്റെ അച്ഛൻ തന്നെയാണ്. ആ നന്ദി എനിക്ക് എന്നും അച്ഛനോടുണ്ടാകും. അയാൾ തുടർന്നു, എനിക്ക് ആഘോഷിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ എന്റെ മക്കളുടെ ബാല്യം വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോകും. വേദനിക്കുന്ന ഒരു ബാല്യം അവരുടെ ഓർമ്മകളിൽ ഒരിക്കലും ഉണ്ടാകരുത്. മാതാപിതാക്കളുടെ സ്നേഹവും സാമീപ്യവും മക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ബാല്യകാലത്താണ്. അവരോടൊപ്പം സന്തോഷമായി ചെലവഴിക്കുന്ന ഓരോ നിമിഷവുമാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ബാല്യത്തിലെ അവഗണനയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും ദുഃഖവും. ബാല്യത്തിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ നൽകുന്ന സ്നേഹവും കരുതലുമെന്താണോ, അതുതന്നെയാണ് വാർദ്ധക്യത്തിൽ മക്കൾ മാതാപിതാക്കൾക്ക് തിരികെ നൽകുന്നത്. ഓരോ കുഞ്ഞിന്റെയും ബാല്യം മനോഹരമാക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും വലിയ ഉത്തരവാദിത്തമാണ്. ഒരിക്കൽ ലോകം സൃഷ്ടിക്കപ്പെട്ട കാലത്ത് ദൈവങ്ങൾ ഒരു വലിയ ചർച്ചയിലായിരുന്നു. മനുഷ്യന് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ നിധി, അതായത് യഥാർത്ഥ സന്തോഷം, എവിടെ ഒളിപ്പിച്ചു വെക്കണം എന്നതായിരുന്നു അവരുടെ തർക്കം. ഒരു ദൈവം പറഞ്ഞു, നമുക്കിത് ഭൂമിയുടെ ഏറ്റവും ആഴമുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചുവെക്കാം. മനുഷ്യൻ അവിടെ ഒരിക്കലും എത്തില്ല. മറ്റൊരു ദൈവം പറഞ്ഞു, അരുത്, മനുഷ്യൻ ഭാവിയിൽ യന്ത്രങ്ങൾ നിർമ്മിച്ച് അവിടം വരെ എത്തിയേക്കാം. അതുകൊണ്ട് നമുക്കിത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിന് മുകളിൽ വയ്ക്കാം. മൂന്നാമൻ പറഞ്ഞു, അതും സുരക്ഷിതമല്ല, അവൻ വിമാനങ്ങൾ നിർമ്മിച്ച് പർവ്വതങ്ങൾ കീഴടക്കും. അവർ ഒരുപാട് ആലോചിച്ചു. എവിടെ ഒളിപ്പിച്ചുവെച്ചാലും മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുമെന്ന് അവർ ഭയന്നു.
ഒടുവിലേറ്റവും വിവേകിയായ ഒരു വൃദ്ധനായ ദൈവം ചിരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സന്തോഷം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചുവെക്കാം. അവനിത് ലോകം മുഴുവൻ തേടി നടക്കും. കാടുകളും കടലുകളും പർവ്വതങ്ങളും അവൻ അരിച്ചു പെറുക്കും. പക്ഷേ തന്റെ ഉള്ളിലേക്ക് നോക്കാൻ അവൻ എപ്പോഴും മറന്നുപോകും. അതുകൊണ്ട് അവിടെയിരുന്നാൽ അത് സുരക്ഷിതമായിരിക്കും. എല്ലാ ദൈവങ്ങളും ആ ആശയത്തെ ശരിവച്ചു. അങ്ങനെ മനുഷ്യന്റെ സന്തോഷം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിക്കപ്പെട്ടു. അന്നുതൊട്ട് മനുഷ്യൻ സന്തോഷത്തിനായി പുതിയ വീടുകൾ പണിതു, പണം സമ്പാദിച്ചു, യാത്രകൾ നടത്തി, ആഡംബരങ്ങൾ തേടിപ്പോയി. ലോകം മുഴുവൻ കീഴടക്കിയിട്ടും പലപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു ശൂന്യത ബാക്കിയായി. തന്റെ ഉള്ളിലേക്കൊന്ന് ശാന്തമായി നോക്കിയാൽ മാത്രമേ ആ നിധി കണ്ടെത്താൻ കഴിയൂ എന്നവൻ തിരിച്ചറിഞ്ഞില്ല. നാം സന്തോഷം തേടി അലയുന്നത് പുറം ലോകത്താണ്. പുതിയ വസ്തുക്കളോ പദവിയോ ലഭിച്ചാൽ സന്തോഷമുണ്ടാകുമെന്ന് നാം തെറ്റായി കരുതുന്നു. സന്തോഷമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരവസ്ഥയാണ്. പുറത്തുള്ള ഒന്നും നിങ്ങളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കില്ല. നിങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കാനും ഉള്ളിലുള്ള സമാധാനം കണ്ടെത്താനും പഠിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ നിധി നിങ്ങളുടെ കൈവശമുണ്ടാകും. തിരക്കുകൾക്കിടയിൽ ഒന്ന് ശാന്തനായി സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കാൻ സമയം കണ്ടെത്തുക.